ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ദർശൻ അങ്ങോട്ടേക്ക് വന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ് കേട്ടോ. അതെ, പ്രതി വിക്രം ഭാര്യ നീയാണ് വിറ്റ്നസ്. കേസ് നടക്കുന്നത് നിന്റെ അച്ഛൻ്റെ കോടതിയിൽ അറിയാവല്ലോ. അതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി വന്നത്. ദർശൻ വന്ന കാര്യം പറയൂ എന്ന് പറഞ്ഞു. ഈ കേസ് അത്ര സിമ്പിൾ അല്ല, വിധി വിക്രത്തിനെതിരാവുകയുള്ളൂ എന്നിങ്ങനെ പറയണം. എന്ന് വെച്ചാൽ ജയിലിൽ പോവും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് വിനായകൻ ചോദിച്ചപ്പം എത്ര കൊല്ലം? 7 വർഷം. അതെന്തായാലും ഉറപ്പാണ്. ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും സർ എന്ന് പറഞ്ഞ് കമല, അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ കുറെ കാലം അറിയാം കേസ് നീണ്ടു പോകുന്നത് വേദയുടെ മൊഴി കൊണ്ടായിരിക്കും, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് ദർശൻ അവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പറഞ്ഞത്. അതിനിടയിൽ ആ ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും ആ കാര്യങ്ങൾ കുഴപ്പമാവും. ജീവപര്യന്തം തന്നെ ചിലപ്പോ കിട്ടിയെന്നും വരാം എന്ന് പറഞ്ഞു. ദൃക്സാക്ഷി ഭാര്യ തന്നെ ആയതുകൊണ്ട് അത് ഒരു പക്ഷേ മതി എന്ന് പറഞ്ഞു. എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കമലകത്തേക്ക് പോവാണ്. നന്ദിനി, നീ അമ്മയെ കൊണ്ടുപോ എന്നിങ്ങനെ പറഞ്ഞപ്പോ അമ്മയെ കൂട്ടിക്കൊണ്ട് നന്ദിനി അകത്തേക്ക് പോയി. എന്താ സാറേ ഇത്? അമ്മയോട് നിൽക്കുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സോറി എന്ന് പറഞ്ഞു. അതെ, ഈ കാര്യങ്ങളെല്ലാം വേദയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല. വേദയും പഠിച്ചത് നിയമം തന്നെയാണല്ലോ. പക്ഷേങ്കില് മനസ്സ് ഉറപ്പിച്ചിട്ട് തന്നെയാണോ ഇത് ഇറങ്ങിത്തിരിപ്പിച്ചിരിക്കുന്നതെന്ന് നേരിട്ട് ഒന്ന് ചോദിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് കാര്യത്തിന് എന്ന് ചോദിച്ചു. അതെ, ഇതെല്ലാം ദർശൻ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, കോടതിയിൽ വെച്ച് സാക്ഷി കൂറുമാറുന്നത് പതിവില്ലാത്ത കാര്യമൊന്നും അല്ല വേദ. വേണമെങ്കിൽ വേദയ്ക്ക് ഇനിയും പിന്മാറാൻ അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണം എന്ന് തോന്നി. ഇത് പറയാനാണോ ദർശൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത്? അതിന്റെ ആവശ്യമില്ല. എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ. ഒരു നിമിഷത്തെ ആ ഒരു തീരുമാനം കൊണ്ട് ഇല്ലാതാക്കണോ? അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. സത്യം പറയുന്നതും സത്യത്തെ മുറുകെ പിടിക്കുന്നതും നല്ലത് തന്നെയാണ് വേദ. പക്ഷേ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്നത് ചിലപ്പോഴൊക്കെ നുണകൾ കൂടിയാണ്. അതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ഇയാളിപ്പോ എന്താ പറഞ്ഞിട്ട് പോയത്? വേദ സാക്ഷി പറയണോന്നാണോ അത് പറയണ്ടെന്നാണോ? വിനായകനാകെ കൺഫ്യൂഷനായി. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ വേദിക്ക് ഒരു കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പൊ അതേ കമല കരഞ്ഞു തളർന്നിരിക്കുകയാണ്. മാഷ അങ്ങോട്ടേക്ക് വന്നു. മാഷെ, എല്ലാവരും പറയുന്നത് വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുക്കരുത് എന്നാ പറയുന്നത്. ഇന്ന് ദർശൻ വക്കീലും പറഞ്ഞു പോയത് അത് തന്നെ. ുള്ള പയ്യന് എന്തെങ്കിലും പറ്റിയ അവളുടെ സാക്ഷ്യം മതി നമ്മുടെ മോന്റെ ജീവിതം തീരാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അവരുടെ അച്ഛനും അമ്മയ്ക്കും അതേ നഷ്ടം തന്നെയല്ലേ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ മകൻ തന്നെയല്ലേ. ലോകത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ആകുമോ മാഷെ? അത് നടക്കില്ല. കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടേ? അതെ വേദ, അവള് കണ്ട സത്യമാണ് വിളിച്ചു പറഞ്ഞത്. അവൾക്ക് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ കമല. മാഷ് എന്ത് വിഡിത്തായി പറയുന്നത്? അവള് മൊഴി കൊടുക്കുന്നതോടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വിക്രത്തിന്റെ അല്ലേ എന്നിങ്ങനെ ചോദിക്കാണ്. അതുകൊണ്ട് ഒരു തവണ മാഷ് അവളോടൊന്ന് ഒന്ന് സംസാരിക്കണ്ടേ മാഷെ? മാഷ് പറഞ്ഞ അവള് കേൾക്കും. കോടതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് മാറ്റി പറയാൻ. സത്യത്തിൽ കുറുക്കു വഴികളില്ല കമല, നേരായ വഴികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാഷ എഴുന്നേറ്റങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് കമലയ്ക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയേയില്ല. അപ്പൊ കുറച്ചു നേരം അവിടെ ഇരുന്നു കമല സങ്കടപ്പെട്ടിങ്ങനെ കുറെ നേരം ഇരുന്ന് ആള് കരഞ്ഞു. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ്. അപ്പൊ വിശ്വം ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. വിശ്വേട്ടാ, അവന് ഒരു കുഴപ്പമില്ലാതെ പുറത്തു വന്നാലേ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോണം കേട്ടോ. ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനും അവനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അവൻ കുറെ കാലം ജീവിതത്തിന്റെ പകുതിയോളം കഴിഞ്ഞു കുളിച്ചതാണ്. പക്ഷെ ഇപ്പൊ വേദ പിഴിവാശി പിടിക്കുമല്ലേ ശ്രീജെ എന്ന് പറഞ്ഞു. ന്യായം ശരിയാണ്. എത്ര നാളാണെങ്കിലും കൂടെ കഴിഞ്ഞ ഒരാളല്ലേ. അപ്പോ അമ്മ എത്ര കരഞ്ഞു പറഞ്ഞു. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമ്മയും നീയും അല്ലേ. ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. പക്ഷെ ആ ദർശം പോലും സപ്പോർട്ട് ചെയ്തെന്നല്ലേ. അതെ, കാര്യങ്ങള് എന്താണെങ്കിലും 16-ാം തീയതി ആവട്ടെ വിശ്വേട്ടാ. വിക്രത്തിനൊന്നും വരരുതേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ശ്രീജയ്ക്ക് വേദ പറയുന്നതിൽ എവിടെയോ ശരി ഉണ്ട് എന്നൊരു തോന്നൽ. അപ്പൊ വേദ അപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. പുറത്തിറങ്ങിയാൽ എന്താണെങ്കിലും വിക്രത്തെ അവര് വെറുതെ വിടാൻ പോകുന്നില്ല.
അത് ഉറപ്പാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്ത് കിടക്കണം. അതിനു വേണ്ടിയിട്ടാണോ ദർശൻ ഇന്ന് എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഇനിയിപ്പോ അങ്ങനെയാണ് എങ്കിൽ ദർശനും അവൾ സ്വാധീനിച്ചിട്ടുണ്ടാവുമോ? ഇല്ല എന്ന് സ്വന്തം ഇതാണ്. അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണോ ഈ ദർശൻ? എന്താ വേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. അപ്പൊ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് സാവിത്രി അമ്മയും പത്മവും കൂടി ചേർന്ന് വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പറയൂ മുത്തശ്ശി, എന്താ മോളെ ഇത് എന്നിങ്ങനെ ചോദിക്കുക. എന്താ മുത്തശ്ശി, എന്തിനാ മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അവൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെങ്കിൽ തന്നെ അത് വീട്ടിൽ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കുമല്ലേ നീ ചെയ്യേണ്ടിയിരുന്നത്? നീ സാക്ഷി പറഞ്ഞാലുണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നീ എന്നിങ്ങനെ ചോദിക്കാണ്. നിനക്ക് അച്ഛന്റെ സ്വഭാവം അറിയാവല്ലോ. അതെ, അവന്റെ മുന്നിൽ നീ തെളിവ് പറയാൻ നിന്നാൽ തീർച്ചയായിട്ടും വിക്രത്തിന് ശിക്ഷ ഉറപ്പാണ്. ആ അച്ഛന്റെ മകള് തന്നെയല്ലേ മുത്തശ്ശി ഞാന്. അപ്പോ കൺമുന്നിൽ കണ്ട കാര്യം ഞാൻ എങ്ങനെയില്ലെന്ന് പറയും? സത്യം ചില സമയത്ത് മൂടിവെക്കേണ്ടി വന്നാൽ അത് വേണം. അത് എപ്പോഴും ഉറക്കെ വിളിച്ചു പറയേണ്ട കാര്യമല്ല സത്യം. എങ്ങനെ പറഞ്ഞാലും സത്യം സത്യമല്ലാതാകില്ലല്ലോ മുത്തശ്ശി. മോളെ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരുടെ യുദ്ധം ചെയ്യുമ്പോ മകൻ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് വിളിച്ചു പറയാൻ യുധിഷ്ഠിരൻ മടിച്ചു. നുണ പറയില്ല എന്നായിരുന്നു വാശി. അപ്പോ ഒരാനയ്ക്ക് അശുദ്ധാത്മാവ് എന്ന് പേരിട്ട് അതിനെ കൊന്നുകൊണ്ട് ഇനി സത്യം പറയാനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്. അതറിയാലോ? അറിയാം. പക്ഷെ മുത്തശ്ശി, അശുദ്ധാത്മാവ് മരിച്ചു എന്നേ യുധിഷ്ഠിരൻ പറഞ്ഞിട്ടുള്ളൂ. ആനയാണ് മരിച്ചത് എന്ന് ഒരിക്കലും ആരും കേൾക്കാതെയാ പറഞ്ഞത്. അതെ, എപ്പോഴും ഉറക്കെ വിളിച്ചു പറയാനുള്ളതല്ല എന്ന അർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. സ്വന്തം കാര്യം നടത്താൻ വേണ്ടിയിട്ട് സത്യം ഉറക്കെ പറയുന്നത് തെറ്റാണ്, മൂടി വെക്കുന്നത് തെറ്റാണ് എന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും മുത്തശ്ശി എനിക്ക് പഠിപ്പിച്ചു തന്നത്. അത് എന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സ് പറയുന്നതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. മോളെ, നിനക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ പ്ലീസ്, ഈ കാര്യം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ ഫോൺ വിളിക്കരുത് എന്ന് പറഞ്ഞ് വേദ ഫോൺ കട്ടാക്കി. അപ്പൊ ഇവര് സംസാരിച്ചിട്ടൊന്നും വേദ കൂട്ടാക്കിയതേ ഇല്ല കേട്ടോ. പിന്നെ കാണുന്നത് മാഷിനെയാണ്. അപ്പൊ മാഷ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കാണ്. കമല അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തന്നെ ആ മാഷി ഇങ്ങനെ അടുത്ത് വന്നിരുന്നു. കമല, നീ ഒന്നും കഴിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അതെ, നീ കഴിക്കാതെ നിന്റെ ആരോഗ്യവും കളഞ്ഞിട്ട് എന്താ കമല കാര്യം എന്ന് ചോദിക്കാണ്. നീ ഒരുങ്ങുന്നതിന്റെ പാതിയെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് വിഷമിച്ചിട്ടുണ്ടോ? നിങ്ങളെ പോലെ എനിക്ക് ആ അമ്മമാർക്ക് സ്നേഹത്തിന്റെ കണക്കൊന്നും വെക്കാൻ അറിയില്ല എന്റെ മാഷെ എന്ന് പറഞ്ഞു. അതെ, ലോകത്ത് ഒരാളും ഇത്രയും കാലം ഒരിക്കലും വളർത്തിവിട്ടിട്ട് എന്ത് തിരിച്ചു കിട്ടി എന്ന് ആരോടും ചോദിക്കാറൊന്നും ഇല്ല മാഷെ എന്നിങ്ങനെ പറയാണ്. പക്ഷെ അച്ഛന്മാര് അവരത് ചോദിക്കും, അവരത് ചോദിക്കുക തന്നെ ചെയ്യും. ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ് കമല. പക്ഷേ എങ്കില് അവര് അങ്ങനെ ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്ത് നേടി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് അവര് പണം തിരിച്ചു പിടിക്കാനുള്ള ഒരു പലിശക്കാരന്റെ ഉത്സാഹമൊന്നും അല്ല. കാരണം അവരുടെ ഒരു ദിവസം ഈ ലോകം വിട്ടു പോകുമ്പോ അവര് സ്വന്തം കാലിൽ നിന്ന് പ്രാപ്തരാകണം. മക്കൾ എന്തു ചെയ്യും എന്നുള്ള ഒരു ഉത്കണ്ഠ കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ അവർക്കത് ഒരിക്കലും മനസ്സിലാവില്ല കമല. വേദ ഈ വീട്ടിലേക്ക് വന്നു കയറിയ സമയത്ത് ഞാനത് വിലക്കിയത് എന്തുകൊണ്ടാന്ന് നിനക്കറിയോ? എന്നെ പോലൊരു അച്ഛൻ അവളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാ. ഇന്ന് നീ വിക്രത്തിനെ ഓർത്ത് കരയുമ്പോ ഞാൻ അരുത് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരാള് അവൻ കൊല്ലാറാക്കിയ ആ മകനെ ഓർത്ത് കരയുന്നില്ലേ എന്ന് ഓർത്തിട്ടാ. എന്താ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു. മാഷേ, എന്താ മാഷേ ഇത് എന്ന് ചോദിക്കണം. മറ്റുള്ളവരുടെ സന്തോഷം എല്ലാം ത്യജിക്കണം. പക്ഷെ നമ്മളുടെ മകൻ കാരണം ഉണ്ടായിരിക്കുന്ന ആ സങ്കടം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ കമല? പറ്റും, എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് കമല അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. മാഷിന് ഇപ്പോഴും സപ്പോർട്ട് കൊണ്ട് തന്നെയാ അവള് എന്റെ മോനെതിരെ മൊഴി കൊടുക്കാൻ പോകുന്നത്. പക്ഷേങ്കില് മാഷിനറിയോ, മരുമോളായിട്ടല്ല മകളായിട്ട് തന്നെയാ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മൊഴി കാരണം അവന്റെ ജീവിതം ജയിലിനുള്ളിൽ തന്നെ ആയാൽ അതിന്
ആരിനി എൻ്റെ സങ്കടം കണ്ടില്ലെങ്കിലും എനിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റും. ഈ ശരിക്കും പറഞ്ഞാല് ആരെയും ഒന്നും കെയർ ചെയ്തിട്ടില്ല. വഴക്കുണ്ടായി കാണും, അത് സ്വാഭാവികം. അവന്റെ ജീവൻ ആപത്താണെന്ന് തോന്നിയപ്പോ അവൻ ചിലപ്പോ തിരിച്ചു തല്ലിയെന്നും കാണുമായിരിക്കും. അതിന് ഇനി അവരുടെ അമ്മയോ അച്ഛനോ സങ്കടപ്പെടുന്നത് എത്രത്തോളം എന്ന് ആലോചിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല മാഷേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാത്സല്യം കൊണ്ട് നിനക്ക് കണ്ണ് കാണില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാഷ എഴുന്നേറ്റ് ദേഷ്യപ്പെട്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവാണ്. അല്ലെങ്കിലും മാഷേ അങ്ങനെ വരൂ എന്ന് പറഞ്ഞു. സ്വന്തം മകനെ നിങ്ങൾ എന്തിനാ ഇത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ നിങ്ങൾക്ക് കഴിയുന്ന മാഷേ? ഒരിക്കൽ നിങ്ങളായിട്ട് അവനെ ജയിലയച്ചതല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് മതിയായില്ല അല്ലേ എന്ന് ചോദിച്ച് കമല ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് അവൻ ജയിലിൽ കിടന്ന കാലത്ത് നിങ്ങൾ വെറും നിലത്ത് കിടന്നതും ഒപ്പില്ലാതെ ഭക്ഷണം കഴിച്ച് ജീവിച്ചതും ഒക്കെ ഇപ്പോ അവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, സ്നേഹമായിരുന്നില്ല, നിങ്ങളുടെ പ്രായശ്ചിത്തായിരുന്നു അതെന്ന്. ഇപ്പോ ചെയ്ത തെറ്റിനുള്ള ആ ഒരു പ്രായശ്ചിത്തം അല്ലേ മാഷേ? ഇപ്പൊ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുമ്പോ നിങ്ങൾ ഇനി എന്ത് പ്രായശ്ചിത്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഒരു കാലത്തും അവനോട് ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല മാഷേ എന്ന് പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ അവനെ സ്നേഹിച്ചിട്ടേയില്ല. എനിക്കറിയാം, മക്കളെ പ്രതി നിങ്ങൾ ഒരിക്കലും കരഞ്ഞിട്ടില്ല. അതിന്റെ വേദന എന്തെന്നാ നിങ്ങൾക്ക് അറിയില്ല മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കമല. അവസാനം കുറെ നേരം മാഷ് ഇങ്ങനെ സ്റ്റക്കായി നിന്നു. ശരിയാ, നീ പറഞ്ഞത് വളരെ ശരിയാ കമല എന്ന് പറഞ്ഞു. ഞാന് ഒരിക്കലും സ്നേഹം എങ്ങനെയാ കാണിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അത് കർക്കശക്കാരനായ ഒരു സ്കൂൾ മാഷിന്റെ ഒരു ബലഹീനത തന്നെയാണ്. പക്ഷേ എങ്കില് അവരെ പ്രതി കരഞ്ഞിട്ടില്ല എന്ന് മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞു. കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല എന്ന് മാത്രം. അതെ, അതൊന്നും ശബ്ദം ഉണ്ടായിരുന്നില്ല കമല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ലാളിച്ചു വളർത്തിയത് ആരെയായിരുന്നു ഏറ്റവും ചുമലിലേറ്റിയത്? ആരെയായിരുന്നു ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തത്? ഇതെല്ലാം നീ മറന്നല്ലോ കമല. മാഷേ എന്ന് വിളിച്ചു. അപ്പൊ മാഷിനും സങ്കടമായി കേട്ടോ. വേണ്ട, ഇനി രാത്രി ഒരുപാട് വൈകി, ഇനി സംസാരിക്കണ്ട, നീ കിടന്നോ. നിനക്ക് കിടന്നാൽ ഉറങ്ങാനെങ്കിലും കരഞ്ഞു കളഞ്ഞ് തളർന്നുറങ്ങാനെങ്കിലും കഴിയും. പക്ഷെ എൻ്റെ അവസ്ഥയോ എന്ന് ചോദിച്ച് മാഷ് നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കുറെ നേരം നമ്മുടെ കമല കരയുന്നു. വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. വിക്രം ആണെങ്കിലോ അതിലും വലിയ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിക്രം ആദ്യത്തെ അപേക്ഷത്തിൽ അതങ്ങ് ചെയ്തു എങ്കിലും ആൾക്കൊരു കുറ്റബോധവും സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അവനെ അടിച്ചതിലൊന്നും അല്ല, അകത്തായതിലും പിന്നെ വേദ സാക്ഷി പറഞ്ഞതിലുമാണ് വിക്രത്തിന് ഏതോ വല്ലാതെ വിഷമായി പോയത്. പിന്നെ കാണുന്നത് സെപ്റ്റംബർ 16-ാം തീയതി. അപ്പൊ സാക്ഷി കോടതിയിൽ ചെല്ലേണ്ട ദിവസമായി. അപ്പൊ വേദ പോവാനായിട്ട് റെഡിയായി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അച്ഛാ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു. കമല, മോള് കോടതിയിലേക്ക് പോവാം, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? കുറി തൊട്ട് അനുഗ്രഹിച്ച് കോടതിയിലേക്ക് വിടണോ, ആശീർവദിച്ച് വിടണോ എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വേദ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ കൃത്യതയോടെ നടപ്പിലാക്കണം. വിശദീകരിച്ച് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ചെന്ന് അവനെതിരെ സാക്ഷി പറഞ്ഞിട്ട് വാ. പക്ഷേ നീ ആർക്ക് വേണ്ടിയിട്ട് ആ സാക്ഷി പറയാൻ പോകുന്നതെന്ന് കൂടി നീ ഓർക്കുന്നത് നല്ലതാ വേദ എന്നുകൂടി ചേർത്തു. അതെ, ആ വാസവന്റെ മകനെ പറ്റി ഞാനും അന്വേഷിച്ചു. അവനെ പറ്റി നല്ലത് പറയുന്ന ഒരാള് പോലും ഈ നാട്ടിലില്ല എന്നും എനിക്ക് മനസ്സിലായി. പക്ഷേങ്കില് അവൻ അങ്ങനെ ഒരു വൃത്തികെട്ടവനുമായിട്ട് എന്റെ മകൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാണ് കമല നിൽക്കുന്നത്. എങ്കിൽ നിന്റെ മകൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥനായി തീരണമായിരുന്നു. എന്നിട്ട് തല്ലുകൊളുത്തരവും ഗുണ്ടായുസവും കൊണ്ട് നടക്കുന്ന ഗുണ്ടയ്ക്ക് നാട്ടിലെ നീതി നടപ്പാക്കാൻ എന്ത് അർഹതയടി ഉള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും കത്തിക്കേറാണ് കേട്ടോ. നീ പോയി വാ മോളെ എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ ആദ്യം സന്തോഷം തോന്നില്ലായിരിക്കാം, അവസാനം സത്യത്തിനെ നിലനിൽപ്പുള്ളൂ. അതാരുടെയും മുഖം നോക്കാതെ നീ ഉറക്കെ വിളിച്ചു പറയാൻ നിനക്ക് കഴിയണം. അക്കാര്യത്തിൽ എനിക്ക് നിന്നോട് അഭിമാനം മാത്രമേ ഉള്ളൂ. നീ പോയി വാ എന്ന് പറഞ്ഞു. പോയിക്കോ, ആയിക്കോട്ടെ, പക്ഷേ ഇത് കൂടി നീ കേട്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. വേറൊന്നുമല്ല. അപ്പൊ കുറെ നേരം ഇങ്ങനെ നിന്നു.
വേദോടെ നിൽക്കാണ്. അതെ, ഇത്രയും കാലം നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ നീ സങ്കടപ്പെട്ടപ്പോഴെല്ലാം നിന്റെ കൂടെ നിന്നയാളാ ഞാൻ. പക്ഷെ എന്നിട്ടും നീ ഞാൻ പറയുന്നതിനെതിരെ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് പൊറുക്കാൻ പോകുന്നില്ല. സത്യം എന്ന് പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞു വേദ കൈ പിടിച്ചു കേട്ടോ. അമ്മയുടെ ഇഷ്ടത്തിനെതിരായി സാക്ഷി പറയില്ല എന്ന് നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് നന്ദിനി ചോദിക്കാണ്. നന്ദിനി, നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു. എന്ത് വേണം നീ കുട്ടിക്കറിയാം, നീ കൂടുതൽ പഠിപ്പിക്കണ്ട എന്ന് മാഷു പറഞ്ഞു. അപ്പൊ വേദ കുറച്ചു നേരം നിന്നിട്ട് സോറി എന്ന് പറഞ്ഞ് വേദ നേരെ കോടതിയിലേക്ക് അങ്ങ് പോയി. അപ്പൊ കമല കരഞ്ഞുകൊണ്ട് അകത്തേക്കും പോവാണ്. അപ്പൊ മാഷ് സ്റ്റക്കായിട്ട് മാഷും അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.